നമുക്കാദ്യം ഒരു വീഡിയോ കണ്ടിട്ട് വരാം. തെരഞ്ഞെടുപ്പിന് മുമ്പിൽ വെച്ചുകൊണ്ട് ഇത് ചെയ്യുന്നത് തെരഞ്ഞെടുപ്പ് ലാക്കാക്കിയുള്ള കാര്യത്തിന് വേണ്ടി ദുരന്ത ബാധിതരെ ഉപയോഗിക്കുന്നതിന് തുല്യമാണ്. ഏതാ ഞങ്ങൾ നടക്കലുണ്ട്, ഞങ്ങൾ വീണപ്പെടുത്തില്ല. നിങ്ങളെല്ലാവരും ഈ വീഡിയോ കണ്ടുക. ടി സിദ്ദീഖ് എന്നുള്ള ജനപ്രതിനിധിക്ക്, MLAക്ക്, പൊതുപ്രവർത്തകന് പരിചിതമല്ലാത്തൊരു രാഷ്ട്രീയമുണ്ട് കേരളത്തിൽ. ആ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ വാക്ക് പറയുക, അല്ലെങ്കിൽ ഒരാശയം സമൂഹത്തിലേക്ക് സന്നിവേശിക്കുക, അത് നടപ്പിലാക്കുക എന്നുള്ള രാഷ്ട്രീയമാണ്. അല്ലെങ്കിൽ ജനങ്ങൾക്ക് മുന്നിൽ ഒരു പ്രകടന പത്രിക വെക്കുക, ആ പ്രകടന പത്രികയിൽ പറഞ്ഞ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കുക എന്നുള്ളൊരു രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയം ടി സിദ്ദീഖ് എന്ന കോൺഗ്രസ് പ്രവർത്തകന് പരിചിതമല്ല. കാരണം കോൺഗ്രസ് അല്ലെങ്കിൽ വലതുപക്ഷ പാർട്ടികൾ പ്രകടന പത്രിക വെക്കുന്നത് കേവലം വാഗ്ദാനങ്ങൾ മാത്രമായിട്ട്, വ്യാമോഹങ്ങൾ മാത്രമായിട്ട് ജനങ്ങളെ മുന്നിൽ അവതരിപ്പിക്കുന്ന ഒന്ന് മാത്രമാണത്. അത് വെറും കുമിളകൾ മാത്രമാണ്, വ്യാമോഹങ്ങളുടെ കുമിളകളാണ്. ഈ കുമിളകളുടെ രാഷ്ട്രീയമാണ് ടി സിദ്ദീഖിന് അറിയുന്നത്. അതുകൊണ്ട് തന്നെ ടി സിദ്ദീഖ് ഇത്തരം കാര്യങ്ങൾ നടപ്പിലാക്കി. ഇടതുപക്ഷ സർക്കാർ അവർ പറഞ്ഞ വാഗ്ദാനങ്ങൾ, അവരെടുത്ത നയങ്ങൾ, അവരെടുത്ത തീരുമാനങ്ങൾ നടപ്പിലാക്കുന്ന സമയത്ത് സിദ്ദീഖിനെ പോലുള്ള ആൾക്കാർക്ക് അസ്വസ്ഥതയുണ്ടാവും. കാരണം എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ഷൻ്റെ പടിവാതിൽക്കൽ വന്ന് നിൽക്കുകയാണ്. അപ്പം വാഗ്ദാന ലംഘനങ്ങളും നിറവേറ്റലുകളും തമ്മിലുള്ള അന്തരം ജനങ്ങൾ തിരിച്ചറിയുമെന്ന പേടി സിദ്ദീഖിനെ പോലുള്ള വലതുപക്ഷ രാഷ്ട്രീയക്കാർക്ക് കൃത്യമായിട്ടുണ്ട്. ഇപ്പം നമുക്കറിയാം, ഈ അടുത്ത ദിവസങ്ങളിൽ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ UDF കേരളത്തിൽ നേടിയ മേൽക്കൈയുടെ ഒരു ഘടകം കനകോലു എന്നുള്ള കർണാടകക്കാരനായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരകർ, തെരഞ്ഞെടുപ്പ് മാനേജർ, അയാളുടെ കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ വ്യാപകമായ നുണപ്രചരണങ്ങളിൽ ജനങ്ങൾ വീണതുകൊണ്ടാണ്. SIR പോലും പിണറായി വിജയനാണ് നടപ്പിലാക്കിയതെന്ന് മലപ്പുറം ജില്ലയിലെ മുസ്ലിങ്ങളുടെ, മലപ്പുറമല്ല കേരളത്തിലെ എല്ലാ മുസ്ലിങ്ങളുടെയും വീട് വീടാന്തരം പ്രചരണം നടത്തിയത് വലതുപക്ഷ ഈ UDF സംവിധാനമാണ്. അപ്പം ഇത്തരം നുണകളിലൂടെ ജനങ്ങളുടെ രാഷ്ട്രീയ അഭിപ്രായങ്ങളെ വക്രീകരിക്കുക, വ്യതിചലിപ്പിക്കുക, മാനിപ്പുലേറ്റ് ചെയ്യുക, ഇതാണ് വലതുപക്ഷ രാഷ്ട്രീയം എക്കാലത്ത്. അതിനവർക്ക് സാമുദായിക സംഘടനകളുടെ പിൻബലമുണ്ട്. ജാതീയ, ന്യൂനപക്ഷ, വർഗീയ, മൗലികവാദ സംഘടനകളുടെ പിന്തുണയുണ്ട്. കാരണം ഇടതുപക്ഷം ഭരിക്കുക എന്ന് പറഞ്ഞാൽ ഇവരുടെയൊക്കെ താല്പര്യത്തിനെതിരാണ്. ഒരു യഥാർത്ഥ മതവിശ്വാസിയുടെ താല്പര്യത്തിനെതിരല്ല, മറിച്ച് ഇത്തരം സ്വാർത്ഥ താല്പര്യങ്ങളിൽ പ്രവർത്തിക്കുന്ന സംഘടനകളുടെ ഒക്കെ താല്പര്യത്തിന് വിരുദ്ധമാണ്. അല്ലെങ്കിൽ ഇവർക്കൊന്നും മേൽക്കൈയില്ലാത്ത ഒരു ഭരണകൂടമായിരിക്കും ഏത് ഇടതുപക്ഷ ഭരണകൂടവും. അത് അവരെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തും, വലിയ രൂപത്തിൽ അസ്വസ്ഥത ഉണ്ടാവും. ആ അസ്വസ്ഥതയാണ് 10 വർഷമായിട്ട് ഭരണകൂടത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ഇവരുടെ അസ്വസ്ഥതയാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഇടതുപക്ഷം സമീപ ദിവസങ്ങളിലായിട്ട് പ്രചരണ രംഗത്ത് നേടിയ മേൽക്കൈ, ആ മേൽക്കൈ ഇവരെ വല്ലാതെ ഭയചകിതരാക്കുന്നുണ്ട്. അതിൻ്റെ പേരിലാണ് ഇവർ കഴിഞ്ഞ ദിവസങ്ങളിൽ ആരോഗ്യമന്ത്രിക്കെതിരെയുള്ള ആക്രമണം പോലും അവർ അഴിച്ചുവിട്ടത്. അതെല്ലാം കൃത്യമായ ആസൂത്രണത്തിൻ്റെ ഫലമായിട്ടാണ്. എന്തുകൊണ്ടാണ് കണ്ണൂരിൽ കൊടച്ചിത്ര ഒരു ആക്രമണം? കണ്ണൂരിൽ അത് ആക്രമിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതിനൊരു പ്രതിരോധം ഉണ്ടാവുമെന്നും ആ പ്രതിരോധം കേരളം മുഴുവൻ എന്താണ് CPM ആക്രമിക്കുന്നു എന്നുള്ള ഒരു നറേറ്റീവ് കേരളം മുഴുവൻ കൊണ്ടു നടക്കാമെന്നും അതിലൂടെ തങ്ങൾക്ക് വൈകാരികമായി ജനങ്ങളുടെ മേലെ ആധിപത്യം സ്ഥാപിക്കാൻ കഴിയും, ജനങ്ങളുടെ ബോധത്തെ അട്ടിമറിക്കാൻ പറ്റും, ജനങ്ങളുടെ ഓർമ്മകളെ അട്ടിമറിക്കാൻ കഴിയുമെന്നുള്ള അവരുടെ കൃത്യമായ ബോധമാണ്. ഇവിടെയാണ് സിദ്ദീഖിൻ്റെ ആ വാചകങ്ങളിൽ അയാളുടെ മനസ്സ് എങ്ങനെയാണ് പുറത്തു വന്നു പോയത്, അയാൾ എങ്ങനെയാണ് തുറന്നു കാട്ടപ്പെട്ടത് എന്ന് നമുക്ക് മനസ്സിലാവും. എല്ലാ വലതുപക്ഷ രാഷ്ട്രീയക്കാരാണ്
നമുക്കറിയാം പ്രളയം ഉണ്ടായിരുന്ന സമയത്ത് 1000 വീട്, KPCCയുടെ 1000 വീട് ഭൂപടത്തിൽ കാണിച്ചു തരാൻ പറ്റുമോ? 1000 വീട്, 1000 പോട്ടെ, 500 വീട്, 100 വീട്, 50 വീട്, 10 വീട് ഇല്ല. നമുക്ക് എവിടെയും കാണാൻ പറ്റില്ല, ഭൂപടത്തിൽ കാണാൻ പറ്റില്ല. ഉണ്ടാക്കിയാലല്ലേ കാണാൻ പറ്റുള്ളൂ. ഉണ്ടാക്കാത്ത ഒരു സാധനം എങ്ങനെ കാണാം? അപ്പം ഇതാണ് അവരുടെ രാഷ്ട്രീയം. അവര് വലതുപക്ഷ അധികാരത്തിന്റെ വെറും പിമ്പുകൾ മാത്രമാണ്, കോർപ്പറേറ്റുകളുടെ പിമ്പാണ്. ഇപ്പം എന്തുകൊണ്ടാണ് പൊതുജനാരോഗ്യ മേഖലയെ ആക്രമിക്കുന്നത്? അവർ പൊതുജന ആരോഗ്യ മേഖലയുടെ വക്താക്കളായതുകൊണ്ടാണ്? അല്ല, അവരൊരിക്കലും ആ വക്താക്കളല്ല. അവര് കൃത്യമായിട്ട് കോർപ്പറേറ്റുകളുടെ പണം പറ്റി, എന്തിനേറെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനെ പോലും അട്ടിമറിച്ചത് CIA പിന്തുണയോടുകൂടിയാണെന്നുള്ള CIA തുറന്നുവിട്ട, അല്ലെങ്കിൽ CIA പിന്നീട് വെളിപ്പെടുത്തിയ രഹസ്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലായ കാര്യമാണ്. ഇപ്പൊ കൊച്ചു കേരളത്തിലെ അധികാര മാറ്റത്തിന് എന്തിനാണ് CIA ഇടപെടുന്നത്? അതാണ് അമേരിക്കയുടെ രാഷ്ട്രീയം, കോർപ്പറേറ്റ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. 1957 അവരത് ചെയ്തു. ഇന്ന് എന്താണ്? ഇന്ന് കേരളത്തിലെ സ്വകാര്യ വൻകിട ആശുപത്രികളെല്ലാം അമേരിക്കൻ കോർപ്പറേറ്റുകളുടെ കൈകളിലാണ്. അവർ നേരിട്ട് കേരള രാഷ്ട്രീയത്തിൽ ഇടപെടും. നമ്മൾ അന്തം വിട്ടുപോകും. ഈ നുണകൾക്ക് പിന്നിലുള്ള സാമ്രാജ്യത്വ ശക്തികളെ തിരിച്ചറിഞ്ഞ് നമ്മൾ അന്തം വിട്ടുപോകും. ആ തിരിച്ചറിവാണ് ഇടതുപക്ഷ രാഷ്ട്രീയ ബോധ്യം എന്നുള്ളത്. ആ ബോധ്യം ഉയർത്തിപ്പിടിച്ചാൽ മാത്രമേ നമുക്ക് നല്ലതിൻ്റെ തുടർച്ച നമുക്ക് സാധ്യമുള്ളൂ, ജനക്ഷേമ പ്രവർത്തനങ്ങളുടെ തുടർച്ച സാധ്യമുള്ളൂ. ഈ ഉത്തര മുതലാളിത്ത കാലത്ത്, സേവന മേഖലയിൽ നിന്ന് സർക്കാരുകൾ പിൻവലിയുന്ന കാലത്ത് എന്താണ് ജനക്ഷേമ പ്രവർത്തനങ്ങളുടെ രാഷ്ട്രീയമെന്ന് നമുക്ക് തിരിച്ചറിഞ്ഞാൽ മാത്രമേ അത് ഉയർത്തിപ്പിടിക്കാൻ പറ്റുള്ളൂ, അതിൻ്റെ ഒരു സ്ഥിരത ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഈ പ്രതിസന്ധി കാലഘട്ടത്തിൽ അത് നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ കഴിയുള്ളൂ. ഇതാണ് കാലം ആവശ്യപ്പെടുന്ന രാഷ്ട്രീയം. സിദ്ദീഖിൻ്റെ രാഷ്ട്രീയമല്ല, സിദ്ദീഖിൻ്റെ വെറും വാഗ്ദാനങ്ങളുടെ രാഷ്ട്രീയമല്ല. നേരെ മറിച്ച് ഉത്തരവാദിത്തപൂർവകമായിട്ടുള്ള രാഷ്ട്രീയ നയരൂപീകരണത്തിലൂടെ നമ്മൾ നടപ്പിലാക്കുന്ന പ്രവർത്തനങ്ങളുടെ രാഷ്ട്രീയമാണ്, പ്രതിബദ്ധതയുടെ രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയം എന്നും മലയാളികൾക്ക് ഉയർത്തിപ്പിടിക്കാൻ കഴിയട്ടെ. ഇന്ത്യയിൽ എന്നും വ്യതിരിക്ത സംസ്ഥാനമായിട്ട് കേരളം വിളങ്ങി നിൽക്കട്ടെ. ലോകത്തിന് അഭിമാനമായിട്ടുള്ള ഒരു മാനവികതയുടെ തുരുത്തായിട്ട്, വികസന തുരുത്തായിട്ട് കേരളം എന്നും ഉയർന്നു നിൽക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഓക്കെ, ബൈ.